തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഒക്കെ CPM വോട്ടുകൾ UDFന് കിട്ടി. തളിപ്പറമ്പ് പയ്യന്നൂർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു സംസ്ഥാന വ്യാപകമായി CPMന്റെ അണികൾ ഇത്തവണ UDFന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ 102 സീറ്റ് UDFന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ശതമാനം വോട്ട് LDFൻ്റെ പ്രത്യേകിച്ച് CPMൻ്റെ വോട്ടുകളാണ്. CPM അണികൾക്ക് ശക്തമായിട്ടുള്ള വിരോധം CPM നേതൃത്വത്തോടുണ്ട്. അതിൻ്റെ ഒരു പ്രകടനം കൂടിയായിരുന്നു. ഇപ്പോൾ G. സുധാകരനാണെങ്കിലും താങ്കളാണെങ്കിലും കുഞ്ഞികൃഷ്ണനാണെങ്കിലും നേരത്തെ PV അൻവറൊക്കെ അങ്ങനെ ഇറങ്ങിപ്പോന്നിരുന്നു. ആ ഒരു ഇറങ്ങിപ്പോക്കാണോ ഇതിൻ്റെ ഒരു അടിത്തറ തകർത്ത് കളഞ്ഞു? ശരി അല്ല, ഞങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ഉയർത്തിപ്പിടിച്ചത് CPMനകത്ത് സമീപകാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു തെറ്റായ പ്രവണതക്കെതിരായിട്ടാണ്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത ചില പ്രവണതകളാണ് CPMൽ സമീപകാലത്ത് പ്രത്യക്ഷപ്പെട്ടത്. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹൃദയം എന്ന് പറയുന്ന ആ പാർട്ടിക്കകത്തെ ഉൾപാർട്ടി ജനാധിപത്യമാണ്. ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാതായാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം അതാണ്. ഇവിടെ മാത്രമല്ല, ഈ കേരളത്തിലുടനീളം LDFന് പ്രത്യേകിച്ച് CPMൻ്റെ തകർച്ചേൻ്റെ അടിസ്ഥാനം CPMൻ്റെ അകത്തെ ജനാധിപത്യം ഇല്ലാതാക്കി ചില വ്യക്തികൾ കേന്ദ്രീകരിച്ച് തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നിലയിലേക്ക് CPM മാറി. അതോടുകൂടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അതല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതി അതല്ല. യഥാർത്ഥത്തിൽ പാർട്ടിക്കുള്ളിലെ ജനാധിപത്യത്തെ അംഗീകരിച്ച് പാർട്ടിയിൽ നിന്ന് ഉയർന്നു വരുന്ന വിമർശനത്തെ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഈ ഗതി പാർട്ടിക്ക് വരില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് CPM കേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത്. എന്ന് പറയാൻ പറ്റില്ല. ഒരു പിണറായി വിജയൻ മാത്രമല്ല, CPM നേതൃത്വത്തിലുള്ള ചില ആളുകൾ, അതായത് ഒരു പാർട്ടി തീരുമാനം എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ടി തീരുമാനം എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ഘടകങ്ങൾ, അണികൾ അല്ലെങ്കിൽ മെമ്പർമാർ എടുക്കുന്ന തീരുമാനമാണ്, അംഗീകരിക്കുന്ന തീരുമാനമാണ് പാർട്ടി തീരുമാനം. എന്നാൽ ഇപ്പോഴതല്ല. പാർട്ടി തീരുമാനം എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുന്നത് ഇങ്ങനെ കുറേ കൂട്ടറികൾ അവരവരുടെ താല്പര്യത്തിന് കൂട്ടർ എന്ന് പറയുന്ന 3-4 ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പിണറായി വിജയൻ ആയിരിക്കുമല്ലോ ആദ്യത്തെ ആൾ. ഇപ്പോൾ തിരുവാക്കി എതിർവായി ഇല്ലാത്തത് പിണറായി വിജയനോട് മറുത്തു പറയാൻ CPMന് ആരും ഇല്ലാത്തൊരവസ്ഥ എന്ന് വിമർശനങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും MV ഗോവിന്ദൻ സ്വാഭാവികമായിട്ടും പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ രണ്ടാമത്തെ താങ്കൾ പറഞ്ഞ ആ വ്യക്തികളിൽ പെടില്ലേ? പിണറായിയോട് പറയാനുള്ള ധൈര്യം ഇവർക്ക് ആർക്കും ഇല്ല, ആരും പറയുന്നുമില്ല. പാർട്ടിയിൽ നേതൃത്വ വിമർശനം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള പാർട്ടി നയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്ത് എന്ന് പറയുന്നത് വിമർശനവും സ്വയം വിമർശനം. പാർട്ടിക്കുള്ളിൽ വിമർശനവും സ്വയം വിമർശനം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം തെറ്റുപറ്റാം, ഒരു പാർട്ടി പ്രവർത്തിക്ക് തെറ്റുപറ്റാം. പക്ഷേ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാണ് വിമർശനം. അങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ തെറ്റ് തിരുത്താൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ, ഇന്ന് വിമർശനം ഉന്നയിച്ചാൽ അവൻ്റെ കഥ കഴിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പാർട്ടി രീതി. ഈ പരാജയത്തിന് ശേഷവും പറ്റുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പാഠം എളുപ്പം പഠിക്കും ഈ പാർട്ടി എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. കാരണം CPM പല ഘട്ടങ്ങളിലും തെറ്റുതിരുത്താൻ ക്യാമ്പയിനുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. തെറ്റുതിരുത്തൽ ക്യാമ്പയിൻ മാത്രമല്ല, അതിനുവേണ്ടി പ്രത്യേക പ്ലീനം ചേർന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട തുടക്കം സാൽക്യ പ്ലീനായിരുന്നു. ഒരു കാലത്ത് പാർട്ടിയിലെ തെറ്റുതിരുത്തുന്നതിന് വേണ്ടി പാർട്ടി സാൽക്യ പ്ലീനം ഒരുപാട് കറക്ഷൻ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. വലിയൊരു രേഖയാണ് സാൽക്യ പ്ലീനത്തിൻ്റെ രേഖ. ആ സാൽക്യ പ്ലീനത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇങ്ങനെ ചർച്ച ചെയ്തു അധര വ്യായാമം നടത്തിയെന്നതിൽ കവിഞ്ഞു ഒരു തെറ്റും തിരുത്തിയിട്ടില്ല. അതിനുശേഷം പിന്നീട് പാലക്കാട് വെച്ചൊരു പ്ലീനം ചേർന്നിരുന്നു. ഇതിലൊക്കെ പങ്കെടുത്ത ആളാണ് ഞാൻ. ആ പ്ലീനത്തിലും പാലക്കാട് പ്ലീനത്തിലും വലിയ ചർച്ചയാണ്, നല്ല നല്ല ചർച്ച നടത്തിയത്. എങ്ങനെയാവാൻ പാടില്ല പാർട്ടി, പാർട്ടി നേതാക്കന്മാരെങ്ങനെ ആവാൻ പാടില്ല, പാർട്ടി പ്രവർത്തകർ എങ്ങനെ ആവാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു നല്ല കാര്യങ്ങളാണ് ഈ ക്യാമ്പിലെല്ലാം ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഒന്നുപോലും പാർട്ടി നടപ്പിലാക്കിയിട്ടില്ല. നടപ്പിലാക്കേണ്ടതാരാ? മേലെ നിന്നാണ്. പിന്നീടാണ് പറഞ്ഞത്, പാർട്ടി ഈ തെറ്റുതിരുത്തൽ ക്യാമ്പയിനിൽ പാർട്ടി ഒരു കാലത്ത് റിപ്പോർട്ട് ചെയ്തത് ഇത് മുകളിൽ നിന്ന് നടപ്പിലാക്കുന്നതാണ്. മുകളിൽ നിന്ന് ഒരാളും ഇത് നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ പിണറായി വിജയനെതിരെ പറയാൻ ഇപ്പം MV ഗോവിന്ദൻ പോലും പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന ഒരു ശൈലിയാണുള്ളത്. പാർട്ടിക്കുള്ളിൽ പിണറായി വിജയനെ തിരുത്താൻ, ആ തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറയാൻ ഒരാളില്ല എന്നുള്ളതാണ്. MV ഗോവിന്ദൻ ആ ധൈര്യം തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ, MV ഗോവിന്ദൻ മാഷ് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച്, നമ്മുടെ എന്ന് പറഞ്ഞാൽ CPMനെ സംബന്ധിച്ച്, നമ്മളാണ് ഇപ്പോഴും പറയാൻ തോന്നുന്നത്. അതെ, നമ്മുടെ ആ CPMനെ സംബന്ധിച്ച് പാർട്ടിയാണ് വലുത്. മുഖ്യമന്ത്രി പാർട്ടിക്ക് താഴെയാണ്, മന്ത്രിമാർ പാർട്ടിക്ക് താഴെയാണ്. പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി പാർട്ടിക്ക് മേലെയും പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് താഴെയും മന്ത്രിമാർക്ക് താഴെയും ഈ ഒരു നിലയാണ് അടുത്ത കാലത്ത് വന്നിട്ടുള്ളത്. എനിക്ക് നേരിട്ട് അനുഭവമുള്ള ചില കാര്യങ്ങളുണ്ട്. നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടം എനിക്ക് അനുഭവമുള്ളൊരു കാര്യമുണ്ട്. ഒരു പ്രശ്നം വന്നപ്പോൾ നായനാരുടെ അഭിപ്രായം
അല്ല നായനാർ നടപ്പിലാക്കിയത്. ചടയനാണെന്ന് പാർട്ടി സെക്രട്ടറി. അന്ന് നായനാർ പറയാണ് ചടയൻ പറയുന്നത് ചെയ്താൽ മതി, എൻ്റെ അഭിപ്രായം വേറെയാണ്. അപ്പോൾ അതാണ് പാർട്ടി. എന്നാൽ ആ രീതി മാറി. ഇപ്പോൾ എല്ലാം മുഖ്യമന്ത്രി തീരുമാനിക്കും. പാർട്ടി കാര്യങ്ങൾ മുഖ്യമന്ത്രി തീരുമാനിക്കും, ഭരണത്തിൻ്റെ കാര്യങ്ങൾ മുഖ്യമന്ത്രി തീരുമാനിക്കും. അതിനെ ചോദ്യം ചെയ്യാൻ ഒരാളും ഈ പാർട്ടിക്കകത്ത് ധൈര്യം കാണിച്ചില്ല എന്നുള്ളതാണ് ഈ തകർച്ചയുടെ ഒരു അടിസ്ഥാനം. അതായത് CPM-ന്റെ പരാജയത്തിൻ്റെ ഒന്നാം പ്രതി പിണറായി വിജയനാണ്. തീർച്ചയായിട്ടും ഇപ്പം പിണറായിക്ക് വലിയൊരു പങ്കുണ്ട്. ഒരു വ്യക്തിപരമായിട്ടല്ല, അദ്ദേഹം പാർട്ടി നടപ്പിലാക്കുന്ന നയം നടപ്പിലാക്കുന്നതിന് വലിയ പങ്ക് വഹിക്കേണ്ടവരാണ് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ. അത് പാർട്ടി നയമല്ല ആരും നടപ്പിലാക്കുന്നത്, അവരുടെ